പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഗ്രോസറി ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഒരാഴ്ചത്തേക്ക് വേണ്ട മീൻ, പച്ചക്കറി, പലചരക്ക് സാധനങ്ങൾ, ഫ്രൂട്ട്സ്, സ്നാക്സ് ഇതൊക്കെയാണ് വാങ്ങാൻ പോകുന്നത്. നമ്മൾ എല്ലാ ആഴ്ചയിലുമാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങാൻ പോകാറ്. ചില പലചരക്ക് സാധനങ്ങൾ, അതായത് അരി, പച്ചരി, ഉഴുന്ന്, പൊടികൾ, കടല, പയറ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാസത്തിൽ ഒരു തവണ വാങ്ങിയാൽ മതി. അത് തീരുന്ന അനുസരിച്ച് അടുത്ത ആഴ്ചത്തേക്ക് ഷോപ്പിങ്ങിൽ വാങ്ങാറാണ് പതിവ്. ഞാൻ ഇന്ന് ദോഹ മാളിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് ഗ്രോസറി വാങ്ങാൻ വന്നിട്ടുള്ളത്. അപ്പം ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണം കേട്ടോ. ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പ് യൂസ് ചെയ്യുന്ന ഒരു ടിപ്പുണ്ട്. അതാട്ടോ ഞാൻ ആദ്യം പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്ത്, ഞാനിപ്പോൾ ഇവിടെ ക്രോം ബ്രൗസറാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. അതിൽ ഗൂഗിളിൽ സൗത്ത് ഇന്ത്യൻ ഗ്രോസറി ലിസ്റ്റ് PDF, സൗത്ത് ഇന്ത്യൻ ഗ്രോസറി ലിസ്റ്റ് PDF എന്ന് കൊടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ PDF ലിങ്ക് ഉണ്ട്. അതെന്ന് പറയുന്നത് simpleIndianRecipes.com എന്നാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഡൗൺലോഡ് ഓപ്ഷൻ കാണിക്കും. അതായത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടതുകൊണ്ട് ഡൗൺലോഡ് അഗെയിൻ എന്നാണ് എനിക്ക് ഓപ്ഷൻ വരുന്നത്. നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതിൽ ക്ലിക്ക് ചെയ്ത് ആ PDF ഡൗൺലോഡ് ആക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഒരു മാസത്തേക്ക് വേണ്ട എല്ലാ ഗ്രോസറീസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പലതരം സെഷനായിട്ട് തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഗ്രെയിൻസ്, ദെൻ സ്പൈസസ്, ഓയിൽ, അങ്ങനെ ഓരോരോ സെഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ള 99% സാധനങ്ങളും ഈ ഒരു ലിസ്റ്റിൽ, ഈ ഒരു PDF-ലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ ഗ്രോസറി വാങ്ങാൻ പോകുമ്പോഴും ഈ ഒരു PDF എടുത്തു വെച്ച് അത് റെഫർ ചെയ്തിട്ടാണ് ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നത്. എന്തൊക്കെയാണ് തീർന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് വാങ്ങാനുള്ളത് എന്നൊക്കെയുള്ള ഒരു ലിസ്റ്റ് ഞാൻ സാധാരണ ചെയ്യാറ്. എനിക്ക് വേണ്ട സാധനങ്ങൾ ഈ PDF-ൽ നോക്കി എൻ്റെ ഹസ്ബൻഡിൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു നോട്ട് പാഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഗ്രോസറി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ നോട്ട്, ഒരു എന്താ പറയുക, ടൈറ്റിലൊക്കെ കൊടുത്ത് ഒരു നോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഒന്നാമത് നമ്മുടെ ഇഡ്ലി റൈസ്, പച്ചരിയാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത് ഫസ്റ്റ്. അടുത്ത് തീർന്നിരിക്കുന്നത് ഗോതമ്പൊടി ആട്ടോ, അതുകൊണ്ട് രണ്ടാമത് ആട്ടയാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഞാൻ ഈ നോട്ട് പാഡിൽ ലിസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നത്, ഏതൊക്കെ സാധനങ്ങളാണ് തീർന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഡിസ്ക്ലെയിമർ പോലെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നാട്ടിലെ സാധനങ്ങളുടെ റേറ്റ് വെച്ചിട്ട് ഇവിടെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഞാൻ തുടക്കത്തിൽ ഇവിടെ വരുമ്പോൾ ഒക്കെ ഞാൻ നാട്ടിലെ പ്രൈസ് ഇവിടുത്തെ പ്രൈസ് കൂടെ ഇങ്ങനെ കമ്പയർ ചെയ്ത്, അയ്യോ ഇത്ര കൂടുതലാണോ ഇവിടെ റേറ്റ് എന്നൊക്കെ ആദ്യം ചിന്തിക്കുമായിരുന്നു. ഓഫ് കോഴ്സ് ഇവിടെ നല്ല റേറ്റാണ് സാധനങ്ങൾക്കെല്ലാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളതെന്നും അതിൻ്റെ ഖത്തർ റിയാലിലുള്ള റേറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഖത്തർ റിയാൽ റേറ്റ് എന്ന് പറയുന്നത് ഒരു ഖത്തർ റിയാൽ 23.5 ഇന്ത്യൻ റുപ്പീസാണ്. അപ്പം നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും, അതായത് എത്ര രൂപയാണ് ഓരോ സാധനങ്ങൾക്കും വരിക എന്നുള്ളത്. ഞാൻ അതേപോലെ തന്നെ ഫൈനൽ റേറ്റ്, അതായത് നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഫൈനലി എത്ര രൂപയാണ് വരുന്നതെന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ രണ്ടാളും പിന്നെ 4 വയസ്സുള്ള ഒരു കുഞ്ഞു മോനും അടങ്ങുന്ന ഒരു കുഞ്ഞു ഫാമിലി ആട്ടോ നമ്മളുടേത്. അപ്പം നമ്മൾക്ക് ഒരു മാസത്തിൽ 1300 മുതൽ 1500 ഖത്തർ റിയാൽ വരെയാണ് നമുക്ക് ഈ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ചിലവാകുന്നത്. അപ്പം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് വി ആർ സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ ഇതാണ് ഞാൻ തുടക്കത്തിൽ ഡിസ്ക്ലെയിമർ പോലെ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി നമ്മുടെ ഷോപ്പിംഗ് വിശേഷങ്ങളിലേക്ക് കടന്നാലോ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദോഹ മാളിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലാട്ടോ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പം റമദാനൊക്കെ ആയതുകൊണ്ട് റമദാൻ റിലേറ്റഡ് എന്താ പറയുക ഡെക്കേഴ്സൊക്കെ കാണാൻ പറ്റും നമുക്ക് കയറി വരുമ്പോൾ തന്നെ. അപ്പോൾ അത് രാത്രി ആകുമ്പോൾ നല്ല ഭംഗിയാണ് മാള് കാണാനെ കൊണ്ട്. അതായത് റമദാൻ്റെ ലൈറ്റ്സും എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പം നമ്മൾ നേരെ ആദ്യം പോയത് ഫിഷ് വാങ്ങാനാണ്. വേറൊന്നുമല്ല, ഫിഷ് ക്ലീനിങ്ങിനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം നമ്മൾ ബാക്കി ഗ്രോസറികളൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഫിഷ് ഇവിടെ കട്ട് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഈ ഒരാഴ്ചത്തേക്ക് നമുക്ക് വാങ്ങി എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1/2 കിലോ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട്, 1 കിലോ ചൂര വാങ്ങിയിട്ടുണ്ട്, അതേപോലെ 1/2 കിലോ മത്തി വാങ്ങിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ഓൾറെഡി ഒരു ചിക്കൻ ഇരിപ്പുണ്ട്, അപ്പോൾ അത് മതിയാവും. പിന്നെ അടുത്തതായിട്ട് മുട്ടയുടെ സെഷനിൽ പോയി ഒരു 15 മുട്ടയുടെ ഒരു സെറ്റ് എടുക്കുന്നുണ്ട്.
നമ്മൾക്ക് ഒരാഴ്ചത്തേക്ക് അത് മതിയാവും കേട്ടോ. പിന്നെ പോയത് പപ്പടം എടുക്കാനാണ്. ചെറിയൊരു പാക്കറ്റ് പപ്പടം എടുത്തു. പിന്നെ അടുത്തത് വെളിച്ചെണ്ണ എടുക്കാനാണ് പോയത്, അതും എടുത്തിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തതെന്ന് വീഡിയോയിൽ കാണാം കേട്ടോ. പിന്നെ എല്ലാറ്റിൻ്റെയും റേറ്റും ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഖത്തറിൽ നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെയുള്ള ആളുകളെക്കാട്ടി കൂടുതൽ സൂപ്പർ മാർക്കറ്റ്സും ഹൈപ്പർ മാർക്കറ്റ്സും ആണ് എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പകുതി പോലും വലുപ്പമില്ലാത്ത ഒരു കുഞ്ഞു രാജ്യമാണ് കേട്ടോ ഇത്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും 2.65 മില്യൺ, അതായത് 26 ലക്ഷം ആൾക്കാരേ ഉള്ളൂ ഇവിടെ പോപ്പുലേഷൻ. പക്ഷേ ഇത്ര കുറച്ച് ആളുകൾ മാത്രമുള്ള ഈ കുഞ്ഞു രാജ്യത്ത് എവിടെ നോക്കിയാലും സൂപ്പർ മാർക്കറ്റ്സ് ആണ് കേട്ടോ. ലുലുലു തുടങ്ങി സഫാരി മാൾ, കാരിഫോർ, മോണോപ്രിക്സ്, അൽമീറ, റവാബി, റമീസ്, ഫാമിലി ഫുഡ് സെൻറ്റർ, ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്, പാരീസ് ഹൈപ്പർ മാർക്കറ്റ്, ഇങ്ങനെ നീളുന്ന ഒരു ലിസ്റ്റാണുള്ളത്. നാട്ടിൽ ട്രിവാൻഡ്രം ലുലുലും അതേപോലെ എടപ്പള്ളി ലുലുലും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ മറ്റ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ്, അതായത് ഡ്രസ്സ് വാങ്ങാൻ, അല്ലെങ്കിൽ ബാഗ്, അല്ലെങ്കിൽ ചെരുപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെയൊക്കെ പോയിട്ടുള്ളത്. ഗ്രോസറി വാങ്ങാൻ വേണ്ടി ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ പത്തനംതിട്ട, കൊല്ലം താമസിക്കുന്നതായതുകൊണ്ട് ഗ്രോസറി വാങ്ങാൻ വേണ്ടി അത്ര ദൂരമൊന്നും പോകത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കത് കമ്പയർ ചെയ്ത് പറയാൻ അറിയില്ല കേട്ടോ, നാട്ടിലെ ലുലുവും ഇവിടുത്തെ ലുലുവും തമ്മിലുള്ള വ്യത്യാസം. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പോയി, അതായത് ചേട്ടായിയാണ് എടുത്തേക്കുന്നത് കേട്ടോ, റാഗി പുട്ടുപൊടി എടുത്തിട്ടുണ്ട്, അതേപോലെ ആട്ട എടുത്തിട്ടുണ്ട്, പിന്നെ റവ എടുത്തിട്ടുണ്ട്, അതേപോലെ നോർമൽ അരി പുട്ടുപൊടി എടുത്തു. അങ്ങനെ 3-4 ഐറ്റംസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുള്ളത് പൾസസിൻ്റെ ഒരു ഏരിയയിലാണ്. നമ്മൾ കൂടുതലും ലുലുവിൻ്റെ തന്നെ പൾസസാണ് മേടിക്കാറ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തുവരപ്പരിപ്പെടുത്തു, ഉഴുന്നെടുത്തു, അതേപോലെ കടല എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞ് ഖത്തറിലെ 20-ലധികം ലുലുവിൻ്റെ സ്റ്റോഴ്സ് ഉണ്ടെന്നാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത്. അതായത് വിക്കിപീഡിയ കാണിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 22 ആണ്. ഈ കാണുന്ന ലുലു നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ ദോഹ മോളിലേക്ക്. അവിടെയാണ് ഈ ലുലു ഉള്ളത്. അപ്പം നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് വന്ന് സാധനങ്ങൾ മേടിക്കാൻ പറ്റിയ ഒരു ലുലു ആണ് കേട്ടോ ഇത്. അതേപോലെ ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പിക്കിളാട്ടോ. ലുലുവിൻ്റെ തന്നെ ബ്രാൻഡ്സിലുള്ള പിക്കിള് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഈ ഈസ്റ്റേണിൻ്റെയും മറ്റ് ബ്രാൻഡ്സിൻ്റെയൊക്കെ പിക്കിൾ വാങ്ങുമ്പം ഭയങ്കര ഉപ്പാണല്ലോ. പക്ഷേ ഇതങ്ങനല്ല, നമ്മൾ വീട്ടിലൊക്കെ ഇടുന്ന അച്ചാർ കണക്കാണ് കേട്ടോ ഉള്ളത്. അച്ചാറിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അനുസരിച്ച് അതിൻ്റെ റേറ്റിലും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ലെമൺ, മാംഗോ, ആപ്പിൾ, എഗ് പ്ലാന്റ്, അതേപോലെ പ്രോൺസ്, അതേപോലെ ഫിഷ്, ഇങ്ങനെ ഓരോ സാധനങ്ങളും ഓരോരോ റേറ്റിലാണ്, ഓരോരോ പിക്കിളിൻ്റെ റേറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ അടുത്തെടുത്തത് നല്ല സൂപ്പർ ഒരു സാധനമായിരുന്നു, ഗ്രിൽഡ് കാഷ്യൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ആരെങ്കിലും ലുലുലു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ. 20 റിയാലാണ് 1/2 കിലോയ്ക്ക്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഡേറ്റ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു റമീസ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അതായത് നടന്നു പോകുന്ന ദൂരത്തിൽ. പക്ഷേ അവിടുന്ന് ഗ്രോസറി നമ്മൾ വാങ്ങുന്നത് വളരെ കുറവാണ്. കാരണം നമ്മുടെ നാട്ടിലെ ചില പച്ചക്കറികളൊക്കെ ഉണ്ട്, ലൈക്ക് വെള്ളരിക്ക, പടവലങ്ങ, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അവിടെ കിട്ടാറില്ല കേട്ടോ. അതേപോലെ മീനും അവിടെ അവൈലബിൾ അല്ല. എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങാം എന്നുള്ള ഇതിലാണ് ലുലുലോട്ട് വരുന്നത്. ലുലുലും സഫാരിയിലും അതേപോലെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും ഇതെല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലെ പച്ചക്കറി, കാന്താരി, കറിവേപ്പില, അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പം. പിന്നെ കിട്ടാത്ത സാധനങ്ങളെന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മത്തൻ്റെ ഇല അല്ലെങ്കിൽ ചേമ്പിൻ്റെ തണ്ട്, ഇതൊക്കെ ചിലപ്പം കിട്ടിയെന്ന് വരില്ല. ബാക്കി ചുണ്ടക്കയുണ്ട്, ചക്കയുണ്ട്, എങ്ങനെ എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും മീനും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ സീസൺ അനുസരിച്ചൊക്കെയാണ് മീനിൻ്റെ അവൈലബിലിറ്റി വരിക കേട്ടോ. നമ്മൾ പലചരക്ക് സാധനങ്ങളും അതേപോലെ നട്ട്സും ഒക്കെ വാങ്ങി കഴിഞ്ഞിട്ട് അടുത്തത് വെജീസ് ആൻഡ് ഫ്രൂട്ട്സിൻ്റെ സെഷനിലേക്കാണ് കേട്ടോ പോയത്. സാധാരണ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പം ഞാനാണ് സാധനങ്ങളെല്ലാം എടുക്കാറ്. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞാൻ തന്നെയാണ് എടുക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളതുകൊണ്ട് ചേട്ടായിയാണ് കേട്ടോ ഒട്ടുമിക്ക സാധനങ്ങൾ എടുത്തത്. പിന്നെ കുറച്ച് നേരം ഞാൻ ചേട്ടായിടയിലോട്ട് ഫോൺ കൊടുത്തിട്ട് ഞാൻ തന്നെ സാധനങ്ങൾ എടുക്കാൻ തുടങ്ങി. കാരണം പച്ചക്കറിയൊക്കെ നോക്കി എടുക്കേണ്ടതുകൊണ്ട് ഞാൻ തന്നെ വാങ്ങിച്ച് എടുക്കാൻ തുടങ്ങി കേട്ടോ.
നമ്മൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഷൂട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിൽ തന്നെയായിരുന്നു കേട്ടോ. ഉച്ച സമയമാണ്, അധികം ആളുകളൊന്നും ഉണ്ടാവില്ല. സാധാരണ ഇതിൽ തന്നെ ദോഹമാൾ ലുലുവിൽ വളരെ തിരക്ക് കുറവാണ് കാണാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസിലാണ് ഇറങ്ങിയത്. പക്ഷേ റമദാൻ സമയമായതുകൊണ്ടും നമ്മുടെ ഓഫീസ് ടൈമിംഗ് 6 മണിക്കൂർ മാത്രം ഉള്ളതുകൊണ്ടും ഉച്ചയായപ്പോഴത്തേക്ക് ഒട്ടുമിക്ക ആളുകളുടെയും ഓഫീസ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം നോമ്പ് തുറക്കുന്നതിന് മുമ്പ് സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കായിരുന്നു കേട്ടോ. അവിടെ അന്ന് ഫുള്ള് ഒരുപാട് ആളുകളുണ്ടായിരുന്നു ചെന്നപ്പോൾ തന്നെ. പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല, നമുക്കിത് ഷൂട്ട് ചെയ്യണമല്ലോ, നമുക്കിത് നമ്മുടെ സർവൈവലിൻ്റെ പ്രശ്നമായതുകൊണ്ട് നമ്മളിത് ഷൂട്ട് ചെയ്തു. ആരെയും മൈൻഡൊന്നും ചെയ്തില്ല. കുറച്ച് മടിയൊക്കെ തോന്നിയെങ്കിലും ഓക്കെ, നമുക്ക് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യാണ് ചെയ്തത്. നോർമലി നമ്മൾ ലുലു മാളിൽ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ത്യൻസിനെയാണ് കേട്ടോ. അതിൽ 90% ആളുകളും മലയാളികളായിരിക്കും. അതേപോലെ പിന്നെ കാണുന്ന ഒരു നാഷണാലിറ്റി എന്ന് പറയുന്നത് ഫിലിപ്പീൻസ് ആണ്. അവരുടെ തന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഈ ലുലുവിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് അവരെ ഒരുപാട് നമ്മൾ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് അതർ നാഷണാലിറ്റീസിനെയൊക്കെ കാണാം. പക്ഷേ ഈ മോളിൽ ദോഹ മോൾ എന്ന് പറഞ്ഞ വലിയൊരു മോളിൻ്റെ ഭാഗമായിട്ടുള്ള ലുലു ആയതുകൊണ്ട് തന്നെ ഒരുപാട് അതർ നാഷണാലിറ്റീസിനെ അന്ന് അവിടെ കാണാൻ പറ്റി കേട്ടോ. എസ്പെഷ്യലി ഖത്തർ നാഷണാലിറ്റീസ് ഒക്കെ ആൾക്കാരും ഉണ്ടായിരുന്നു എന്ന് പറയാം. എല്ലാ വീക്കിലും നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങാറുണ്ട്. അതിലും മിക്കപ്പോഴും നമ്മളൊരു 2 സാമ്പാറിനുള്ള പച്ചക്കറികളാണ് എടുക്കാറ്. അതേപോലെ തന്നെ തോരനും മെഴുക്കുവരട്ടിക്കും ഒക്കെയുള്ള കുറച്ച് വെജിറ്റബിൾസ് എടുക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ ചെന്നപ്പം എനിക്ക് വെള്ളരിക്കയൊന്നും അത്ര നന്നായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ വെള്ളരിക്കയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പടവലങ്ങയും എനിക്ക് അത്ര ഇഷ്ടമായില്ലായിരുന്നു. സാധാരണ ലുലുവിൽ എപ്പോഴും നല്ല സാധനങ്ങളാണ് ഉണ്ടാവാറ്. പക്ഷേ എന്തുകൊണ്ടാണോന്നറിയില്ല, ഇത്തവണ പോയപ്പം വെള്ളരിക്കയൊന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ പടവലങ്ങ ഞാൻ പിന്നെ കുറച്ച് ലാസ്റ്റ് കുറേ നേരമൊക്കെ തേടിയിട്ട് ഒരു ഇച്ചിരി വലുതാണെങ്കിൽ ഒരെണ്ണം കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സാധാരണ വരാറേ ഇല്ല, കാരണം എല്ലാം നല്ല സാധനങ്ങളാണ് കൊണ്ടുവയ്ക്കാറ്. ക്വാളിറ്റിയിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഗ്രോസറിയും വെജീസും ഫ്രൂട്ട്സും അല്ലാണ്ട് ഒട്ടുമിക്ക ഫുഡ് ഐറ്റംസും എല്ലാ ലുലുവിലും അവൈലബിൾ ആണ് കേട്ടോ. അതായത് ബിരിയാണി, ചപ്പാത്തി, പൊറോട്ട, കറികൾ, അതേപോലെ എണ്ണയിൽ വറുത്ത സ്നാക്സ്, അതുപോലെ സാൻഡ്വിച്ച്, ബർഗർ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും എല്ലാ ലുലുവിലും അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ലുലുവിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് വന്നിരുന്ന് കഴിക്കാൻ പാകത്തിനുള്ള ഒരു സെറ്റപ്പും ഇവർ കൊടുത്തിട്ടുണ്ട്. അതായത് ചെറിയ ചെറിയ സ്നാക്സോ ചാറ്റ് ഐറ്റംസോ അങ്ങനെ എന്ത് വേണേലും കഴിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ചെറിയ സെറ്റപ്പ് ഈ ലുലുവിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നിർഭാഗ്യവശാൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ അതുപോലെ ഇപ്പോൾ റമദാൻ ടൈം ആയതുകൊണ്ട് നമുക്കിപ്പോൾ പകൽ സമയത്ത് ഇരുന്ന് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടും ഇപ്പോൾ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ അവൈലബിലിറ്റി കുറവുമായിരുന്നു. അതേപോലെ ആരും അങ്ങനെ ഇരുന്ന് കഴിക്കാറുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് വലിയ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയത്. അപ്പോൾ ഇനി ഒരിക്കൽ വീഡിയോയിൽ ഞാൻ അതും കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം പറഞ്ഞു വന്നത്, ഇവിടെ എല്ലാ ഫുഡ് ഐറ്റംസും മിക്കപ്പോഴും അവൈലബിൾ ആണ്. പെട്ടെന്ന് നമുക്കിപ്പോൾ ഗ്രോസറി മേടിക്കുന്ന ദിവസം നമ്മൾ കുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകാം കേട്ടോ. അപ്പം ഭയങ്കര അഫോർഡബിളായിട്ട് വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ പറയും. കാരണം ഹോട്ടലുകളിലൊക്കെ ഉള്ള റേറ്റിനെക്കാളിലും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഉള്ള റേറ്റിനെക്കാളിലും കുറച്ച് റേറ്റ് കുറവാണ് ലുലുവിലെ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ സാധനങ്ങൾക്ക്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ വാങ്ങാറുമുണ്ട്. ചിലപ്പോൾ ബിരിയാണി വാങ്ങിയിട്ടുണ്ട്, ഷവർമ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ലുലുവിൽ നിന്ന് ഞങ്ങൾ അധികം വാങ്ങിയിട്ടില്ല, മറ്റു ലുലുവിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ സാമ്പാറിനുള്ള പച്ചക്കറിയൊക്കെ എടുത്തു. അതേപോലെ കുറച്ച് തോരനും മെഴുക്കുവരട്ടിക്കും ഒക്കെയുള്ള പച്ചക്കറികളൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്രൂട്ട്സിൻ്റെ സെഷനിലേക്ക് പോയി. നമ്മൾ എപ്പോഴും സ്ഥിരം വാങ്ങാറ് ആപ്പിളാണ്. ആപ്പിൾ കുറച്ച് എടുത്തിട്ടുണ്ട്, ഗ്രീൻ ആപ്പിളും എടുത്തിട്ടുണ്ട്. അതേപോലെ കുഞ്ഞിന് മുസമ്പി ഇഷ്ടമായതുകൊണ്ട് കുറച്ച് മുസമ്പി എടുത്തിട്ടുണ്ട്, വാട്ടർ മെലൺ എടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ആദ്യം നമ്മൾ തുടക്കത്തിൽ പഴവും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3-4 ഐറ്റംസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് നേരെ ബില്ലിങ്ങിൻ്റെ സെഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. അതായത് വെജീസ് എല്ലാം ഫസ്റ്റ് ബില്ല് ചെയ്തിട്ട് വെയിറ്റ് നോക്കി ബില്ല് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഫൈനൽ ബില്ലിങ്ങിലേക്ക് പോകുന്നത്. അതിനിടയിൽ ഞാനൊരു കുഞ്ഞു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ. ഓൾറെഡി കുറച്ച് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബില്ലിങ്ങിൻ്റെ സെഷനിൽ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്, വെജീസ് എല്ലാം വെച്ച് അതെല്ലാം
ബില്ല് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോയത് സ്നാക്സ് എടുക്കാനാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുവിന് ഇടയ്ക്കിടയ്ക്ക് 4 മണി സമയത്ത് ചായേൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനുള്ള സ്നാക്സും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇവിടെ ഒരുപാട് ബേക്ക്ഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ലൈക്ക് കുക്കീസൊക്കെ ഒരുപാടുണ്ട്, അതേപോലെ ക്രൊസാങ്ക്, പിന്നെ ഇതുപോലെ കേക്ക് ടോസ്റ്റുകൾ, ഡോണറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. കേക്കിൻ്റെ തന്നെ കുറേ വെറൈറ്റി കേക്കുകൾ ഇവിടെ ഉണ്ട്. ക്യാരറ്റ് കേക്ക്, ഡേറ്റ്സിൻ്റെ കേക്ക്, ബനാന കേക്ക്, നോർമൽ വാനില കേക്ക്, ചോക്ലേറ്റ് കേക്ക്, ചീസ് കേക്ക്, അങ്ങനെ ഒരുപാട് വെറൈറ്റി കേക്കുകൾ. ഇതെല്ലാം ലുലുവിൻ്റെ തന്നെ ബേക്കറിയിൽ ചെയ്തേക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ ഇടയിൽ സച്ചു ഒരു ഡോണറ്റിൻ്റെ പാക്കറ്റൊക്കെ ആയിട്ട് വന്നു. നമ്മളത് എടുത്തില്ല, കാരണം എന്തോ അത് ഇഷ്ടമല്ല അങ്ങനെ, അതുകൊണ്ട് എടുത്തില്ല. ക്രൊസാങ്ക് എടുത്തു, അതേപോലെ ഒരു കേക്കിൻ്റെ ടോസ്റ്റും എടുത്തു. പിന്നെ സച്ചുവിന് ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റ് മഫിൻസ് എടുത്തിട്ടുണ്ട്, അതും ഒരു പാക്കറ്റ്, കുഞ്ഞൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ പിന്നെ പോയത് നമുക്കുള്ള സ്നാക്സ് വാങ്ങാനാണ് കേട്ടോ. നമുക്കുള്ള സ്നാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 മണിക്ക് ചായൻ്റെ കൂടെ കൂടുതൽ കഴിക്കുക ഈ മിക്സർ, മുറുക്ക്, കപ്പലണ്ടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ബാക്കിയൊക്കെ ബേക്ക്ഡ് സാധനങ്ങളൊക്കെ അവനും, ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്കും. അപ്പം ഇതും എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് മിക്സർ, ഒരു പാക്കറ്റ് മുറുക്ക്, അതേപോലെ തന്നെ ഒരു ചെറിയ പാക്കറ്റ് റോസ്റ്റഡ് പീനട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ വിലയെല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ കൂടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടന്നത് കാരണം ഞങ്ങൾക്ക് 3 പേർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സച്ചു ഓൾറെഡി സാൻഡ്വിച്ച് അമ്മ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ട് ബഹളം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇതെല്ലാം ഫിനിഷ് ചെയ്ത് പോകാനായിരുന്നു പിന്നുള്ള പ്ലാന്. നമ്മൾ മുന്നേ ഒരു ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഗ്രോസറി ലിസ്റ്റ് നോക്കിയപ്പം നമ്മൾ 1-2 കാര്യങ്ങൾ എടുക്കാൻ മറന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. വേറൊന്നുമല്ല, നമ്മൾ തൈര് എടുത്തിട്ടുണ്ടായില്ല, അതേപോലെ പാലും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അത് രണ്ടും പോയി എടുത്തു കേട്ടോ. പിന്നെ 1 കിലോയുടെ ഒരു തൈരിൻ്റെ ടിന്നും അതേപോലെ 2 ലിറ്റർ പാലും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേറെ 2 സാധനം കൂടെ വാങ്ങി. വേറൊന്നുമല്ല, ഒരു പാക്കറ്റ് ഉണക്ക കൊഞ്ചും ഒരു പാക്കറ്റ് പൊടി നെത്തോലിൻ്റെ പാക്കറ്റും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഉണക്ക നെത്തോലി. അപ്പോൾ ഇത് മേടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മീനൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക തട്ടിക്കൂട്ട് പരിപാടിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങുന്നത്. അവസാനം മീനൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതാണ് യൂസ്ഫുൾ ആവുന്നത്. നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ച ഓരോരോ കവറുകൾ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കവർ അവിടെ കൊടുക്കുമ്പം ക്ലീൻ ചെയ്ത ഫിഷ് അതിലിട്ടിട്ടാണ് അവർ മീൻ തിരിച്ചു തരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഫൈനൽ ബില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിനിടയിൽ ഞാൻ കുറച്ച് വെണ്ടയ്ക്കയും കുറച്ച് കോവയ്ക്കയും എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല. അപ്പം അതിൻ്റെ റേറ്റും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ ബില്ല് ചെയ്യാനെ കൊണ്ട് അവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഫൈനൽ ബില്ലിങ്. അപ്പോൾ നമ്മുടെ ഈ വീക്കിലെ ഗ്രോസറി മേടിച്ചപ്പോൾ ഉള്ള എമൗണ്ട്, ഫൈനൽ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ 367.96 ഖത്തർ റിയാൽ, അതായത് നാട്ടിലെ 8647 രൂപയായ കേട്ടോ ഈ ആഴ്ചത്തെ ഗ്രോസറി. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഫോളോ ഫോർ മോർ സച്ച് വീഡിയോസ്. താങ്ക് യു. ബൈ.